ഹലോ സ്റ്റുഡൻസ്, ഇനി നമ്മൾ പറയാൻ പോകുന്നത് വില്യം കാക്സ്റ്റൺ ആൻഡ് ദ പ്രിൻറ്റിംഗ് പ്രസ്. ഇതിൽ കാക്സ്റ്റൺ എന്ന് പറയുന്ന ആൾ 15-ാം നൂറ്റാണ്ടിലെ ഒരു റൈറ്ററും ഇംഗ്ലീഷ് മർച്ചൻറ്റും ആയിരുന്നു. 1476 കാക്സ്റ്റൺ പ്രിൻറ്റിംഗ് പ്രസ് ഇംഗ്ലണ്ടിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനു മുന്നേ 1453 ഒരു ജർമ്മൻകാരനായ ഗട്ടൻബർഗ് എന്ന് പറയുന്ന ആൾ പ്രിൻറ്റിംഗ് പ്രസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അദ്ദേഹം മെയിൻസ് എന്ന് പറഞ്ഞ സ്ഥലത്തിലായിരുന്നു ആദ്യമായിട്ട് പ്രിൻറ്റിംഗ് പ്രസ് തുടങ്ങിയത്. പിന്നീട് നമ്മുടെ വില്യം കാക്സ്റ്റണ് എന്താണ് പ്രിൻറ്റിംഗ് പ്രസ്, അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനൊക്കെ വേണ്ടി അദ്ദേഹം ജർമ്മനിലേക്ക് പോവുകയും അതിനെക്കുറിച്ച് പഠിച്ച് ഫസ്റ്റത്തെ പ്രിൻറ്റിംഗ് പ്രസ് ലണ്ടനിലാണ് അദ്ദേഹം കൊണ്ടുവന്നത് ഇംഗ്ലണ്ടിലേക്ക്. പിന്നെ പ്രിൻറ്റിംഗ് പ്രസ് എന്ന് പറയുന്നത് റിനൈസൻസ് ഏജിലെ വളരെ ഒരു വലിയ ഇൻവെൻഷനായിരുന്നു. പ്രിൻറ്റിംഗ് പ്രസ് എന്ന് പറയുന്ന മെഷീൻ ഒരുപാട് ബുക്സ് ഒരുപാട് ക്വാണ്ടിറ്റീസിൽ അതുപോലെ തന്നെ വളരെ പെട്ടെന്നും തന്നെ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി സഹായിച്ചിരുന്നു. ഈ പ്രിൻറ്റിംഗ് പ്രസ് വരുന്നതിന് മുന്നേ ആളുകൾ പ്രിൻ്റ് ചെയ്യുന്നതിന് പകരം കോപ്പി ചെയ്തിരുന്നത്, എഴുതിയെടുക്കുകയായിരുന്നു. സോ അത് വളരെ സ്ലോ ആയതും എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോസസ്സായിരുന്നു. പ്രിൻറ്റിംഗ് പ്രസ് എന്ന് പറയുന്നത് വളരെ ഇംഗ്ലീഷ് ലാംഗ്വേജും ലിറ്ററേച്ചറൊക്കെ ഒരുപാട് കടപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് പ്രിൻറ്റിംഗ് പ്രസ് അല്ലെങ്കിൽ വില്യം കാക്സ്റ്റണോട്. കാരണം ഈ പ്രിൻറ്റിംഗ് പ്രസ് വന്നതിന് ശേഷമാണ് ഒരുപാട് നോളേജുകളും ഐഡിയാസും എല്ലാം എല്ലാവരുടെ അടുത്തേക്കും എത്തിയത്. അതുപോലെ തന്നെ ബുക്സൊക്കെ എല്ലാവർക്കും അവൈലബിൾ ആയി തുടങ്ങി. അത് ലിറ്ററസി റേറ്റ്സിൽ മാറ്റങ്ങൾ വന്നു. അതായത് ലിറ്ററസി റേറ്റ് കൂടി, എല്ലാവരുടെയും അടുത്ത് എഡ്യൂക്കേഷൻ്റെ ഒരു പ്രാധാന്യമൊക്കെ എത്തിച്ചു. അങ്ങനെ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആവാൻ തുടങ്ങി. കാക്സ്റ്റൺ ഒരുപാട് ബുക്സ് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ കാൻറ്റർബറി ടെയിൽസ്, ജെഫ്രി ചോസറിൻ്റെ കാൻറ്റർബറി ടെയിൽസ് പോലെ ഒരുപാട് ബുക്സ് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഫ്രഞ്ച്, ലാറ്റിൻ, ഡച്ച് ലാംഗ്വേജസിൽ നിന്നും ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പുസ്തകങ്ങൾ. കാക്സ്റ്റൻ്റെ ഈ ഒരു പ്രിൻറ്റിംഗ് പ്രസ് ഇൻട്രൊഡക്ഷൻ കാരണം ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വലിയൊരു ഡെവലപ്മെൻറ്റ് തന്നെ സംഭവിച്ചിട്ടുണ്ട്. 24 ട്രാൻസ്ലേഷൻസ് ആണ് ഫ്രഞ്ച്, ഡച്ച്, ലാറ്റിൻ ഭാഷകളിൽ നിന്നും അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. ദ റെക്വയൽ ഓഫ് ഹിസ്റ്ററീസ് ഓഫ് ട്രോയ്, ദ ഗെയിം ആൻഡ് പ്ലേ ഓഫ് ചീസ്, റെയ്നാർഡ് ദ ഫോക്സ്, ഇതെല്ലാം ഡച്ചിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത വർക്ക്സ് ആണ്. ദ ഡിക്റ്റസ് ആൻഡ് ദ സേയിങ്സ് ഓഫ് ഫിലോസഫേഴ്സ്, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്ക്സ് ആണ്. പിന്നെ അദ്ദേഹം ട്രെവീസാസ് ക്രോണിക്കിൾ റീഎഡിറ്റ് ചെയ്തു. അതിലുണ്ടായിരുന്നത് പണ്ടത്തെ ഒരു റൂഡ് ആൻഡ് ഓൾഡ് ഇംഗ്ലീഷ് മാറ്റി അദ്ദേഹം കുറച്ചുകൂടി ഇംപ്രവൈസ്ഡ് ആയിട്ടുള്ള, കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള നല്ലൊരു ഇംഗ്ലീഷ് ലാംഗ്വേജാണ് അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളത്. ഇത്രയുമാണ് അപ്പോൾ നമുക്ക് വില്യം കാക്സ്റ്റൺ ആൻഡ് പ്രിൻറ്റിംഗ് പ്രസ്സിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. സോ താങ്ക് യു.